സന്തത സഹചാരിയായിട്ടേ ഇങ്ങനൊരാൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ബോറടിയില്ല. ഫുൾ ടൈം ബിസി ആയിരിക്കും. പിള്ളേരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലോ അങ്ങനെ ഒരു തോന്നലേ വരൂല. പണ്ടൊക്കെ ടാറ്റ പോകുമ്പോൾ ഈ സീറ്റില് മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം മക്കള് മാറിയിട്ട് ബുജ്ജോക്കുട്ടനായി എൻ്റെ സന്തത സഹചാരി. ചെറിയ ട്രിപ്പുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. അവൻ ഈ കാഴ്ചയൊക്കെ കണ്ട് റോഡിലോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ വികൃതിയൊന്നുമില്ല, പിന്നെ ചാടിപ്പോകൂല. ഇതേ ഇങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ ബക്കിലേക്ക് കയറ്റി ക്ലിപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ ഇറങ്ങി പോകാനും പറ്റൂല. അപ്പൊ എനിക്കൊരു കൂട്ടാണ് എവിടെ പോകുന്നതിനും. മീൻ മേടിക്കാനും പച്ചക്കറി മേടിക്കാനും ഒക്കെ ഇവൻ എനിക്ക് കൂട്ടുവരും. ഇന്ന് ഞങ്ങൾ പോകുന്നതേ ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ ഇന്ന് ജോലിക്കാരുണ്ട്. അപ്പം ഞങ്ങൾ ജോലിക്കാരുടെ അടുത്തേക്ക് പോവാണ്. ആള് മടുത്ത് കണ്ട, മടുത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഇരിക്കും. മടുത്തോടെ കൊച്ച്, പോകാം വീട്ടിൽ പോവാം. വീട്ടിൽ ഞങ്ങൾ വെള്ളം കുടിക്കാനും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. കുറേ നേരമായിട്ടേ ആള് ഇരുന്ന് മടുത്തു. അപ്പോൾ പിന്നെ എന്തേ എണീറ്റ് നിൽക്കും. പിന്നെ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ കൂടെ കൂടുന്ന 2 സാധനമാണ്. ഒരു ബെഡ്ഷീറ്റ്, കാരണം ഇവൻ്റെ കൂടെ മുഴുവൻ പൊഴി, എത്ര നമ്മൾ ഉടുപ്പിട്ടെന്ന് പറഞ്ഞാലും കൂടെ പൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു സാധനമാണ് അവൻ്റെ ബെഡ്. അവൻ്റെ ബെഡും നമ്മൾ കൂടെ കയ്യിലിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സഡൻ ബ്രേക്കോ വല്ലതും വെട്ട് കഴിഞ്ഞാൽ അവൻ വീണാലും അവനൊന്നും സംഭവിക്കരുത്. കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം. കുറച്ചു നേരം ഇരിക്കും, കുറച്ചു നേരം കിടക്കും. പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ സ്വാതന്ത്ര്യം. ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന 2 സാധനമാണ്. ഒന്ന് ഈ ബെഡ്ഷീറ്റും, പിന്നെ ഒന്നിതേ അവൻ്റെ സ്വന്തം ബെഡും. കണ്ട, അവന് ബെഡ് കയറി കിടക്കണമെന്ന് തോന്നുമ്പോൾ അവൻ അവിടെ കിടക്കും. കുറേയേറെ നേരം ഈ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ബോറടിയാണ്. പിന്നെ പുള്ളി ബെഡിലേക്ക് ചാടും. പിന്നെ ഇത് മാത്രമല്ല, എന്തെങ്കിലും കാരണവശാലേ ഒരു സഡൻ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാലും ഇവൻ വീണാലും ഇവൻ്റെ ബെഡിൽ തന്നെ വീണോളും. അപ്പോൾ ഇവന് ദേഹമൊന്നും വേദനിക്കുകയോ പരിക്കുകളോ ഒന്നും വരില്ല. പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് പുള്ളിയുടെ ബെഡ്. നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ വളർത്തോ അതുപോലെ തന്നെ പാലും ബ്രെഡും പഴവും ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൈ കരുതണം ഇവരെ കൊണ്ടുപോകുമ്പോഴും. അവർക്ക് വിശക്കാതെ നോക്കണമല്ലോ. അമ്മ ചുമ്മാ വിളിച്ചതാ, കണ്ണാന്ന് ചുമ്മാ വിളിച്ചതാ.